ഹലോ മുത്തുമണീസ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതാ ഫാത്തിമക്കുട്ടിനെ വിടാൻ വന്നപ്പോൾ ഫാത്തിമക്കുട്ടിനെ തൊട്ടന്നെ അങ്ങനെ സവാള തക്കാളിയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വാങ്ങിച്ച പിന്നെ കുറേ ദിവസത്തിനാവും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂള്. അങ്ങനെ ഞാൻ നമ്മുടെ മുത്തമ്മൻ്റെ മോൾ അച്ചാറിടണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അത് വിളിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇന്നലെ ഒരു വീടിരിക്കൽ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് തലശ്ശേരി ബിരിയാണി ഉണ്ട്, കൊണ്ടുപോയിക്കോണ്ട് വിളിച്ചാട്ടോ. പിന്നെ അവിടെയാണ് അച്ചാറൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വീട്ടിൽ 2 പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. ഒരു വെള്ളി ഒരു കറുപ്പും. നല്ല ബുദ്ധിയാട്ടോ, ബാത്റൂമിലൊക്കെ പോയിട്ടോ ഇത് അപ്പിയിടുക പാത്രമൊക്കെ ചെയ്യുക. നല്ല ബുദ്ധിയാട്ടോ അതിന്. അപ്പോൾ എനിക്ക് പേടിയാട്ടോ, പൂച്ചക്കുട്ടികളെ പൊതുവേ പേടിയാണ്. പോയപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നെ എനിക്ക് ഇന്നലത്തെ വെള്ളച്ചോറുണ്ട് ഇത്തിരി, പിന്നെ ഇതാ ചോറും ഉണ്ടല്ലോ. അപ്പോൾ അത് മതി, ഒന്നും വെക്കണില്ല വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ വൈകുന്നേരമല്ലേ വരുള്ളൂ, എക്സാമൊക്കെ അല്ലേ. അപ്പോൾ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ അച്ചാറിടുന്ന തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബോട്ടിൽ ഇങ്ങനെ, ഇതൊരു ബോട്ടിൽ 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ പറയും. അപ്പോൾ അതായത് നാരങ്ങ, അത് വെളുത്തുള്ളി, ഓരോരുത്തരും എന്താ പറയണത് അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കൈപ്പക്ക, മാങ്ങ എല്ലാം ഉണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് വാങ്ങിയിട്ട് വേണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് കുറച്ച് അപ്പുറത്താണ് കേട്ടോ മുത്തമ്മൻ്റെ മോൾ ഇരിക്കണത്. അപ്പോൾ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിലേക്കും കുറച്ച് അച്ചാർ കൊണ്ടുപോകണം വെക്കാൻ. അപ്പോൾ ഇതാട്ടോ ചോറ് തന്നത്. തലശ്ശേരി ബിരിയാണിയാണെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ സാധാ ബിരിയാണി കേട്ടോ. പിന്നെ വന്ന് ഞാൻ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ കൊട്ടിയാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്ര